ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2020 ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ബ്ലൂ റിഡ്ജ് എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ കാണുന്ന ക്രൈം ത്രില്ലർ മൂവീസിലെല്ലാം ചിലപ്പോൾ ഒരു 5 പേരെ സംശയിച്ചിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു കുടുംബത്തിലുള്ള ആളുകളെ സംശയിക്കാം, അതിലാരെങ്കിലും കൊലയാളി, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 2 പേര് 3 പേര് ഇങ്ങനെ കുറച്ച് ആളുകളെ സംശയിച്ചിട്ട് അതിൽ നിന്നായിരിക്കും ഒരു കൊലയാളിയെ അവസാനം കണ്ടുപിടിക്കുന്നത്. പക്ഷെ ഒരു ഗ്രാമത്തിലുള്ള മുഴുവൻ ആളുകളെയും സംശയിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതിലൊരാളാണ് കൊലയാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി പറയുന്ന മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഈ മൂവിയുടെ 1 ലൈൻ ഞാൻ എന്തായാലും പറയുന്നില്ല. പിന്നെ ഒരുപാട് പേര് ഈ 1 ലൈൻ പറയണ്ട, ഇൻട്രസ്റ്റ് പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നിങ്ങൾ അങ്ങനെ കേട്ടിട്ടും മൂവിയിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെ 1 ലൈൻ പറഞ്ഞാലും പിന്നീട് നിങ്ങൾ മൂവി കണ്ടു തുടങ്ങുമ്പോഴത്തേക്കും അതിൽ ഒരുപാട് കാര്യങ്ങൾ പിന്നെയും കാണാൻ കിടക്കുകയാണ്. അതുകൊണ്ട് ഈ 1 ലൈൻ പറയുന്നതിൽ അത്ര വലിയ കുഴപ്പമില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: ആദ്യം മുതൽ അവസാനം വരെയും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ മറക്കാതെ നിങ്ങളുടെ സപ്പോർട്ടായിട്ടുള്ള ഒരു ലൈക്കും. ഈ ലൈക്ക് കിട്ടിയാൽ മാത്രമേ വീഡിയോ കുറച്ചുകൂടി റീച്ച് ആവത്തുള്ളൂ, അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ അധികം താമസിക്കാതെ നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. ഈ കഥയുടെ തുടക്കത്തിലെ ഒരു ഗ്രാമത്തിലേക്ക് വരുന്ന കാറാണ് കാണിക്കുന്നത്. ആ കാറിലാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോയും അതേപോലെ തന്നെ ഒരു പോലീസ് ഓഫീസറായിട്ടുള്ള ജസ്റ്റിൻ ഉള്ളത്. ഇപ്പോൾ ജസ്റ്റിനോടൊപ്പം തന്നെ തൻ്റെ മകളും ഉണ്ട്. ഇപ്പോൾ തൻ്റെ മകളെയും കൂട്ടി വെളിയിൽ പോയിട്ട് തിരിച്ച് ഗ്രാമത്തിലേക്ക് തന്നെ വരികയാണ്. വരുന്ന വഴിക്കാണ് ജസ്റ്റിൻ്റെ മകൾ പറയുന്നത്, അച്ഛൻ എനിക്ക് ബണ്ണ് വേണം. അങ്ങനെ ജസ്റ്റിൻ ഒരു ഷോപ്പിന് മുന്നിലായിട്ട് വണ്ടി നിർത്തി അതിനകത്തേക്ക് പോവാണ്. കാരണം വേറെ ഒന്നല്ല, ഈ ഒരു കടയിലുള്ള ആളെ ജസ്റ്റിന് നല്ലതുപോലെ തന്നെ അറിയാം. അങ്ങനെ വെളിയിൽ വണ്ടി നിർത്തിയിട്ട് ആ ഒരു കടയ്ക്കുള്ളിലേക്ക് നോക്കുമ്പോൾ എന്തോ ഒരു കാര്യം തെറ്റായിട്ടുള്ള പോലെ തോന്നുന്നുണ്ട്. എന്തോ പറ്റിയെന്ന് മകൾ ചോദിക്കുമ്പോൾ, ഹേയ് ഒരു കുഴപ്പമില്ല, മോൾ ഇവിടെ തന്നെ ഇരിക്കുന്നു പറഞ്ഞ് ഹീറോ ഇപ്പോൾ അകത്തേക്ക് കയറി പോകുന്നു. അങ്ങനെ ഹീറോ കടയ്ക്കകത്ത് കയറുമ്പോഴാണ് അതിനകത്ത് ഈ ക്യാഷ് കൗണ്ടറിൽ ഒരു പുതിയ പയ്യൻ നിൽക്കുന്നു. ഇതെന്താ പുതിയ പയ്യനെന്ന് പറഞ്ഞ് അവന് നോക്കുമ്പോൾ അവ ഹീറോയെ തന്നെ നോക്കി നിൽക്കാണ്. അങ്ങനെ ഹീറോ അവിടെ നിന്ന് സാധനം എടുത്ത് ബില്ലടയ്ക്കാന്നും പറഞ്ഞ് ആ കൗണ്ടറിന്റെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും അടുത്തുള്ള ഫ്രിഡ്ജിൽ നിന്നും പാല് മറ്റു കാര്യങ്ങളെല്ലാം താഴെ വീണിട്ടുണ്ട്. അതേപോലെ തന്നെ 1-2 സാധനങ്ങൾ താഴെ കിടപ്പുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ ഹീറോയ്ക്ക് സംശയമാവുന്നതും ആ ക്യാഷ് കൗണ്ടറിൽ നിൽക്കുന്ന പയ്യനുണ്ടല്ലോ, അവനിപ്പോൾ പതിയെ അടുത്തിരിക്കുന്നത് തോക്കെടുക്കാൻ പോവാണ്. അപ്പോൾ ഹീറോ ഒന്നും അറിയാത്തതുപോലെ തന്നെ സംസാരിച്ച് അവൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അവൻ എന്തോ ഒരു കാര്യം ഈ ഒരു കടയിലെ ഓണറിനെ ചെയ്തിട്ടുണ്ട് എന്ന് ഹീറോയ്ക്ക് മനസ്സിലായി. അടുത്തേക്ക് വന്ന് അവനെ പിടിച്ച് താഴെ കിട്ടിട്ട് നല്ലതുപോലെ ഇടിക്കും. എന്നിട്ട് ഈ ഷോപ്പിന്റെ ഓണർ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൻ അകത്തേക്ക് കൈ കാണിച്ചിട്ട് ദേ അവിടെ ഉണ്ടെന്ന് പറയുന്നതും ഹീറോ ഇപ്പോൾ അടുത്തുള്ള ആ ഒരു മുറിക്കടുത്തേക്ക് വരുമ്പോൾ അതിനകത്ത് കടയിലെ ഓണറിനെ കെട്ടിയിട്ടേക്കുന്നു. അതേപോലെ തന്നെ അതിനകത്തും 2 പേരുണ്ട്. അവർ ഹീറോ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിങ്ങനെ നിൽക്കും. ഹീറോയും ഡോറിനടുത്തേക്ക് വന്നിട്ട് ഒരു ഒറ്റ ചവിട്ട് ഡോറും പൊളിഞ്ഞ് 2 പേരും തെറിച്ചങ്ങ് പോവും. അതുപോലെ ഇതിനകത്ത് നിൽക്കുന്ന ഒരുത്തന്റെ കയ്യിൽ നിന്നാണെങ്കിലോ അവന്റെ തോക്ക് തെറിച്ച് ഈ കടയ്ക്കകത്തേക്ക് വീഴും. അതവൻ കാണത്തില്ല. അങ്ങനെ അവരെ 2 പേരെല്ലാം 3 പേരെ അടിച്ച് അവിടെ കെട്ടിയിട്ടിട്ട് ഇപ്പോൾ ഹീറോ നേരെ ആ ഒരു കടക്കാരൻ്റെ അടുത്തേക്ക് ചെല്ലും. അയാളുടെ പേര് ഹാർവി എന്നാണ്. താൻ വയസ്സായതുകൊണ്ട് തന്നെ ആ ഒരു പയ്യന്മാരോട് പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല എന്നെല്ലാം ഹാർവി പറയുന്നുണ്ട്. അപ്പോഴാണ് വെളിയിൽ തൻ്റെ കാറിലിരിക്കുന്ന മകളുണ്ടല്ലോ, അവൾ കാറിൽ 2-3 തവണ ഹോൺ അടിക്കുമ്പോഴത്തേക്കും ഹീറോ, ഓക്കെ ഹാർവി, ഞാൻ എന്തായാലും സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ബാക്കി കാര്യങ്ങൾ പോലീസ് വന്ന് നോക്കിക്കോളും. എന്നിട്ട് പോകാനായിട്ട് വരുമ്പോഴത്തേക്കാണ് തോംസൺ എന്ന് പറഞ്ഞൊരു പോലീസുകാരൻ അവിടേക്ക് വന്ന് ഇപ്പോൾ ഈ 3 പേരെയും ചോദ്യം ചെയ്തു. ഇവർ 3 പേരും ഈ നാട്ടുകാരല്ല, അടുത്ത നാട്ടിൽ നിന്ന് വന്നതാണ്. അവിടെയുള്ള ഒരുത്തനെ കൊന്ന് അവൻ്റെ കാർ മോഷ്ടിച്ചാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത് എന്നെല്ലാം പറയുമ്പോൾ ഹീറോയുടെ മകൾ വന്നിട്ട്, അച്ഛൻ നമുക്ക് പോണ്ടേ, അമ്മ വിളിക്കും എന്ന് പറയുമ്പോഴാണ് ഹീറോയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ തോംസനോട് പറയും, ശരി തോംസൺ, ഞാൻ എന്തായാലും അവളെ കൊണ്ടുപോവാണ്, നീ എന്തായാലും അവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് പോകാനായിട്ട് വരുമ്പോൾ തോംസൺ ചോദിക്കുന്നുണ്ട്, അല്ല ജെസ്സി, നിനക്ക് എങ്ങനെ മനസ്സിലായി ഇവർ കുറ്റക്കാരാണെന്ന്? അല്ല, ഈ കാലത്തെ കുട്ടികളെല്ലാം വെറുതെ ഫോൺ യൂസ് ചെയ്യുന്നുണ്ടല്ലേ ഇരിക്കുന്നത്, പക്ഷെ ഇവനാണെങ്കിലോ ആ രീതിയിലല്ലായിരുന്നു. അതുമല്ല അവൻ എന്നെ ഒരുപാട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, അതിലൂടെ തന്നെ എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞ് ഹീറോ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഹീറോ എങ്ങനെയുള്ള ക്യാരക്ടറാണെന്ന് മനസ്സിലായല്ലോ, എത്രത്തോളം ഇന്റലിജന്റ് ആണ് എന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് ഹീറോ തൻ്റെ മകളെ അവൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് കൊണ്ടാക്കുകയാണ്. വേറൊന്നുമല്ല, ഹീറോയും അവൻ്റെ ഭാര്യയും തമ്മിൽ ഇപ്പോൾ വേർപിരിഞ്ഞ് നിൽക്കാണ്. അതുപോലെ ഈ ഗ്രാമത്തിന്റെ പേര് ബ്ലൂ റിഡ്ജ്. ഹീറോ ഒരിക്കലും ഈ ഒരു നാട്ടുകാരനല്ല, അവൻ വേറൊരു നാട്ടിൽ നിന്നാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്. അതും അവൻ്റെ ഡ്യൂട്ടി ഇവിടെ ആയതുകൊണ്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ തൻ്റെ മകളെയും കാണാലോ. പക്ഷേ ഹീറോയുടെ ഭാര്യ ഈ നാട്ടുകാരിയാണ്. അപ്പോൾ കഴിഞ്ഞ 7 മാസത്തിനുള്ളിലാണ് ഹീറോ ഈ നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തൻ്റെ മകളോടൊപ്പം ഇപ്പോൾ നല്ല ഹാപ്പിയായിട്ട് തന്നെ കഴിയുന്നുണ്ട്. ഭാര്യ അവനും ഒരിക്കലും ഒന്നിച്ചിട്ടില്ല. ഈ ഗ്രാമത്തിലുള്ളവരെ പറ്റി പറയുകയാണെങ്കിൽ അവർ ഈ പ്രകൃതിയെ സ്നേഹിച്ച് വളരെ സാധാരണമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള ജീവിതമാണ് ജീവിക്കുന്നത്. ഇപ്പോൾ തന്നെ കാണിക്കുമ്പോൾ ഒരു പാർട്ടി ഇവിടെ നടക്കുന്നുണ്ട്. അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഹീറോ, തൻ്റെ ഭാര്യ, അവൻ്റെ മകള് ഇവരെല്ലാവരും ഇവിടെ വന്നിട്ടുള്ളത്. അങ്ങനെ പാർട്ടിയിൽ കാണിക്കുമ്പോൾ ഈ നഗരത്തിന്റെ മേയർ അവരൊരു സ്ത്രീയാണ്. അവരിപ്പോൾ സ്റ്റേജിലേക്ക് കയറി എന്നിട്ട് വിവിയൻ എന്ന് പറഞ്ഞ മറ്റൊരു സ്ത്രീയെ പരിചയപ്പെടുത്തുന്നു. എന്നിട്ട് വിവിയനാണ് ഇനി നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് വിവിയൻ ഇപ്പോൾ സംസാരിക്കേണ്ട സ്റ്റേജിലേക്ക് വന്ന് നിൽക്കുമ്പോൾ വിവിയനെ പ്രത്യേകിച്ച് ആർക്കും പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം വേറെ ഒന്നല്ല, വിവിയനെ ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. അവൾ ഈ നാട്ടിൽ തന്നെ ജനിച്ചു വളർന്നിട്ട് പെൺകുട്ടിയാണ്. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഈ നഗരത്തിലെ പകുതി സ്വത്തുക്കളും
അവളുടെ അച്ഛന്റെ പേരിലാണ്. അപ്പോൾ വിവിയന്റെ അച്ഛൻ ഒരു വലിയ പണക്കാരനാണ്. അതുകൊണ്ട് തന്നെ വിവിയൻ ഈ നഗരത്തിലുള്ളവരോട് ഇപ്പോൾ എന്താണ് പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഒരു ഗ്രാമം അത് മോഡേണാക്കി മാറ്റാൻ പോവാണ്, അതിന് നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും എനിക്ക് വേണം എന്നെല്ലാം പറയുമ്പോൾ ഒരു വയസ്സായിട്ടുള്ള ആൾ കുറച്ച് ദൂരെ നിന്ന് ഇവള് പറയുന്നത് കേട്ടിട്ട് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അവളെ ദേഷ്യങ്ങനെ നോക്കുന്നുണ്ട്. ഇത് വേറെ ആരുമല്ല, വിവിയന്റെ അച്ഛൻ ആ പണക്കാരനുണ്ടല്ലോ അയാളാണ്. അപ്പോൾ സ്വന്തം മകളെപ്പോലും അയാൾക്ക് ഇഷ്ടമല്ല. അതിന് കാരണം വേറെ ഒന്നല്ല, ഈ ഗ്രാമത്തിലുള്ള ആളുകൾക്ക് ഇവരുടെ നാട്ടിൽ നിന്നല്ലാതെ മറ്റൊരാൾ വെളിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അത് ഒട്ടും ഇഷ്ടമല്ല. അവൾ ഈ ഒരു ഗ്രാമം മോഡേൺ ആക്കാൻ പോവാണ് എന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഇഷ്ടപ്പെടും. ഇവർ ഈ ഒരു പ്രകൃതിയെ വിശ്വസിച്ച് അതിൽ ജീവിക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ ഇവൾ അങ്ങനെ പറയുന്നത് കൊണ്ട് അവളുടെ അച്ഛനും അത് ഇഷ്ടമല്ല, അതേപോലെ തന്നെ ഈ ഗ്രാമത്തിലുള്ളവർക്കും അവളെ ഇഷ്ടമല്ല. അങ്ങനെ വിവി അവിടെ നിന്ന് സംസാരിച്ചിട്ട് തിരിച്ചവിടെ നിന്ന് പോകുന്നതും കുറച്ച് കഴിയുമ്പോൾ ഒരു പോലീസ് ലേഡി, അവരൊരു ഡെപ്യൂട്ടി തന്നെയാണ്, അവരെ നമുക്ക് എന്തായാലും ഡെപ്യൂട്ടി എന്ന് തന്നെ വിളിക്കാം. വേറൊരു പോലീസുകാരുണ്ടല്ലോ അയാളെ തോംസൺ എന്ന് വിളിക്കാം. ഇപ്പോൾ ഡെപ്യൂട്ടി നമ്മുടെ ഹീറോയുടെ അടുത്തേക്ക് വന്നിട്ട് ഒരു പ്രശ്നമുണ്ടെന്ന് പറയുമ്പോൾ, അല്ല എന്ത് പ്രശ്നം, കുറച്ച് നേരത്തെ വിവി സംസാരിച്ചുകൊണ്ടിരുന്നല്ലോ, അത് കഴിഞ്ഞ് അവൾ പോകുന്ന സമയത്ത് തന്നെ ആരോ ഒരാള് അവളെ കൊന്നു എന്ന് പറയുന്നത് ഹീറോ നേരെ ആ സ്ഥലത്തേക്ക് വരാണ്. വന്നു നോക്കുമ്പോൾ വിവി ആ സ്റ്റേജിനടുത്ത് നിന്ന് കുറച്ച് ദൂരം മാറി ഒരു കല്ലിലെ തലയിടിച്ച് മരിച്ചു കിടക്കാണ്. അതുമല്ല വിവിയുടെ ശരീരം ആദ്യം കണ്ടത് ദേ ആ സ്ത്രീയാണെന്ന് പറയുമ്പോൾ ഹീറോ ചോദിക്കും, അല്ല അതാരാ? അത് വിവിയുടെ നെയ്ബറാണ് എന്നാ ഡെപ്യൂട്ടി പറയും. അപ്പോഴേക്കാണ് ആ ഒരു മേയർ ഹീറോയുടെ അടുത്തേക്ക് വന്നിട്ട്, സാധാരണ ഈ ഒരു ഗ്രാമത്തിലുള്ള ആളുകൾക്ക് വെളിയിൽ നിന്ന് ആരെങ്കിലും ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഒട്ടും ഇഷ്ടമല്ല, അങ്ങനെയാണെങ്കിൽ നീ തന്നെ ഈ കേസ് ഏറ്റെടുക്കണം. നീ ഈ കേസ് ഏറ്റെടുത്ത് ഇതിലെ കൊലയാളി ആരാണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നിന്നോട് ഈ ഗ്രാമത്തിലുള്ളവർക്ക് കുറച്ചുകൂടി ഇഷ്ടം കൂടും. കാരണം നീ മറ്റൊരു സ്ഥലത്ത് നിന്നല്ലേ വന്നിട്ടുള്ളത്, അതുകൊണ്ട് ഈ കേസ് നീ തന്നെ ഏറ്റെടുക്കണമെന്ന് ഹീറോയോട് പറയും. അപ്പോൾ ഹീറോ മേയറിനോട് പറയും, ശരി ഞാൻ തന്നെ ഈ കേസ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഹീറോ ഇപ്പോൾ വിവിയുടെ ശരീരത്തിനടുത്തേക്ക് വരും. എന്നിട്ട് അവൾ നല്ലതുപോലെ പരിശോധിക്കുമ്പോൾ അവളുടെ തലയിൽ അടിച്ചാണ് ആരോ കൊന്നിട്ടുള്ളത്. അതേപോലെ തന്നെ വിവി മരിച്ചെടുക്കുന്ന ആ സ്ഥലമുണ്ടല്ലോ അത് തുറസായിട്ടുള്ള സ്ഥലമാണ്. ഒളിച്ചിരിക്കാനായിട്ട് പ്രത്യേക സ്ഥലങ്ങളോ അല്ലെങ്കിൽ മറ്റാരും കാണാത്തൊരു സ്ഥലമൊന്നുമല്ല, തുറന്നു നടക്കുന്നൊരു സ്ഥലം. അവിടെ ആകെയുള്ളത് ഒരു പോർട്ടബിൾ ആയിട്ടുള്ള ടോയ്ലറ്റ് മാത്രമാണ്. അപ്പോൾ ഹീറോ തോംസനോട് പറയും, ശരി ആ ടോയ്ലറ്റിൽ ആരെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തെളിവ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാൻ പറയും. അങ്ങനെ അവനും മുഖം ചുളിച്ചുകൊണ്ട് തന്നെ നേരെ അവിടേക്ക് പോകുന്നു. അങ്ങനെ ഹീറോ ഡെപ്യൂട്ടിയോട് ചോദിക്കും, ശരി നിങ്ങൾക്ക് സംശയമുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഡെപ്യൂട്ടി പറയും, ഈ ഗ്രാമത്തിലുള്ള എല്ലാവരെയും സംശയിച്ചേ മതിയാവൂ. കാരണം വേറെ ഒന്നല്ല, വിവി കൊണ്ടുവന്ന ആ ഒരു പ്രോജക്റ്റ് അങ്ങനെയുള്ളതാണ്. കാരണം അവൾ ഈ ഒരു ഗ്രാമം മോഡേണാക്കുന്നെന്ന് പറഞ്ഞിരുന്നല്ലോ, അതിനോടൊപ്പം തന്നെ ഇവരുടെ സാധാരണ വീടുകളെല്ലാം പൊളിച്ചു മാറ്റി അത് മോഡേണാക്കാൻ തന്നെയാണ് അവൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അവൾ ആ ഒരു പ്രസംഗം കഴിയുന്നതിന് മുന്നേ തന്നെ ഗ്രാമത്തിലുള്ളവരെല്ലാം പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. പകുതി പേരും അവിടെ നിന്ന് പോവുകയും ചെയ്തു. അവളെ സംസാരിക്കാൻ പോലും ആരും സമ്മതിച്ചില്ല. എന്തിനു വേറെ അവളുടെ സ്വന്തം അച്ഛൻ പോലും അവൾ പറയുന്ന കാര്യത്തിൽ ഇഷ്ടമല്ല. കാരണം അവൾ കല്യാണം കഴിച്ചത് തന്നെ മറ്റൊരു നാട്ടിലുള്ള ആളെയാണ്. അന്ന് മുതലാണ് അവളുടെ അച്ഛൻ അവളോട് മിണ്ടാതായത്. ഇപ്പൊ അവളും അവളുടെ ഭർത്താവും കൂടി ചേർന്നിട്ടാണ് ഈ ഗ്രാമത്തെ ഇതുപോലെ മാറ്റാനായിട്ടുള്ള പ്ലാൻ എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വിവി കല്യാണം കഴിച്ചതും ആർക്കും ഇഷ്ടമല്ല, അവളുടെ ഈ ഒരു ഐഡിയയും ആർക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് അവളെ കൊന്നത് ഒരാളാണെന്ന് നമുക്ക് സംശയം കഴിയത്തില്ല. ഈ ഗ്രാമത്തിലുള്ള എല്ലാവരെയും നമുക്ക് സംശയിച്ചേ മതിയാവും. അപ്പോഴേക്കും തോംസൺ വെളിയിലേക്ക് ഇറങ്ങി വരുന്നത് ഹീറോ ചോദിക്കും, ഓക്കെ എന്തെങ്കിലും തെളിവ് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഒരു തെളിവും കിട്ടിയില്ല. പിന്നെ ആ ഒരു ഷോപ്പിൽ നിന്ന് അറസ്റ്റ് ചെയ്ത 3 പേരോ? ഓ അവര് മറ്റൊരു നാട്ടിലുള്ളവരല്ലേ, അവരെ എന്തായാലും ആ നാട്ടിലുള്ള പോലീസ് വന്നിട്ട് അറസ്റ്റ് ചെയ്തോട്ട് പോയിക്കോളും, ഇൻഫോം ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ വിവി മരിക്കുന്ന സമയത്ത് അവർ 3 പേര് സ്റ്റേഷനിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് അവരൊരിക്കലും ഈ കൊലപാതകത്തിന് കാരണക്കാരല്ല. അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് ഹീറോ നേരെ പോകുന്നത് വിവിയുടെ ഭർത്താവിനെ കാണാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ അവളുടെ വീട്ടിലേക്ക് പോകുന്ന സമയത്താണ് ഒരു വലിയ മൈതാനം പോലൊരു സ്ഥലം. അവിടുന്ന് എങ്ങോട്ട് പോകണമെന്ന് ഹീറോയ്ക്ക് അറിയത്തില്ല. അപ്പോൾ വണ്ടി അവിടെ നിർത്തി ഇങ്ങനെ ആലോചിക്കുമ്പോഴത്തേക്കും ഒരാൾ അതുവഴി നടന്നു വരുന്നു. അത് ഒരു കണ്ണാടി ഹീറോയ്ക്ക് വഴി പറഞ്ഞു കൊടുക്കാനായിട്ട് വരികയാണ്. അപ്പൊ ഇത് വേറെ ആരുമല്ല, വിവിയൻ മരിച്ചു കിടന്നത് കണ്ട ഒരു ലേഡി ഉണ്ടല്ലോ, ആ സ്ത്രീയുടെ ഭർത്താവാണ്. എന്നുവെച്ചാൽ വിവിയന്റെ അയൽക്കാരൻ. അപ്പോൾ ഹീറോ ചോദിക്കും, ഓക്കെ നിങ്ങൾ ആ ഒരു ഫെസ്റ്റിവലിൽ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അതെ ഉണ്ടായിരുന്നു എന്നും പറഞ്ഞിട്ട് വിവിയന്റെ വീട്ടിലേക്ക് പോകാനുള്ള ആ ഒരു വഴിയുണ്ടല്ലോ അത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവിടേക്ക് പോകുമ്പോൾ തന്നെ നമ്മുടെ ഡെപ്യൂട്ടിനെ വിളിച്ചിട്ട് ഇതുപോലെ ജിമ്മും ആ ഒരു ഫെസ്റ്റിവലിൽ വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ സംശയിക്കുന്നവരുടെ ലിസ്റ്റിൽ ജിമ്മിന്റെ പേരും ചേർക്കണമെന്ന് അവൻ പറഞ്ഞിട്ടാണ് വിവിയുടെ വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ഒരു വിധത്തിലെ വിവിയുടെ ആ ഒരു വീട് കണ്ടുപിടിച്ചു. അങ്ങനെ വീട്ടിലേക്ക് വന്നിട്ട് അവളുടെ ഭർത്താവിനെ വിളിക്കുമ്പോഴത്തേക്കും ആരും വരുന്നില്ല. അങ്ങനെ അവൻ ഡോർ തുറന്ന് അകത്തേക്ക് കയറും. കാരണം ഡോർ തുറന്നിരിക്കുമായിരുന്നു. അങ്ങനെ അകത്തേക്ക് ചെല്ലുമ്പോഴാണ് അവളുടെ ഭർത്താവ് താഴെ നിന്നിട്ടും എന്തോ അവളുടെ ഭർത്താവ് സംസാരിക്കുന്ന ഒരു ശബ്ദം കേൾക്കുന്നു. ഹീറോ അടുത്തേക്ക് ചെല്ലുമ്പോൾ നിന്നെ കൊല്ലാൻ ഞാൻ വിടത്തില്ല, നീ കാരണം എന്റെ പണം മുഴുവൻ നഷ്ടമായി എന്നെല്ലാം പറയുമ്പോഴത്തേക്കും ഹീറോ ഇവിടുന്ന് തോക്കും എടുത്ത് പതിയെ ബേസ്മെന്റിലേക്ക് ഇറങ്ങി ചെല്ലും. നോക്കുമ്പോഴത്തേക്കാണ് വിവിയന്റെ ഭർത്താവ് ഉണ്ടല്ലോ, അവൻ അവിടെ വീഡിയോ ഗെയിമും കളിച്ചോണ്ടിരിക്കുന്നു. ഇപ്പോൾ ഹീറോയും തോക്കിനെല്ലാം കണ്ടപ്പോഴത്തേക്കും അവൻ പെടുന്നു, അല്ല നിങ്ങളാരാ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഹീറോ വന്ന കാര്യം പറയും, താനൊരു പോലീസുകാരനാണ്, അതേപോലെ തന്നെ നിന്റെ ഭാര്യ വിവിയൻ അവളും മരിച്ചു എന്നുള്ള കാര്യവും. അങ്ങനെ ഇത് കേൾക്കുന്നതും അവൻ ആകെ ടെൻഷനായിട്ട് താഴെ ഇരിക്കും. അപ്പോഴാണ് ഹീറോ ചോദിക്കുന്നത്, നീ ആ ഒരു ഫെസ്റ്റിവലിന് വന്നതെന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ വന്നിട്ടില്ലായിരുന്നു, ഞാൻ ഈ ഫുൾ ഡേയും ഇവിടെ ഗെയിം കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഹീറോ ചോദിക്കാൻ എന്നെ സാക്ഷിയാരെന്ന് ചോദിക്കുമ്പോൾ എന്നോടൊപ്പം ഓൺലൈനിൽ കളിച്ച എന്റെ ഓപ്പോസിറ്റ് പ്ലെയർ ഉണ്ട്, അവനോട് ചോദിച്ചാൽ മതി. അങ്ങനെ അത് കഴിഞ്ഞ് ഹീറോ അവനോട് ചോദിക്കും,
നിന്റെ ഭാര്യയുടെ മരണമായിട്ട് നിനക്ക് ആരെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നത് വിവിയന്റെ അച്ഛനെയാണ്. അതുകൊണ്ട് ഞാൻ തന്നെ അയാളോട് പോയി ചോദിക്കാന്ന് പറഞ്ഞ് അവൻ എഴുന്നേറ്റ് പോകുമ്പോൾ ഹീറോ ഇവിടുന്ന് അവനെ തടയും. ഇല്ല, നീ ഇപ്പോൾ നല്ലതുപോലെ മദ്യപിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഡ്രൈവ് ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് അവൻ അവിടെ തന്നെ പിടിച്ചെടുത്തും. അത് കഴിഞ്ഞ് ഹീറോ നേരെ സ്റ്റേഷനിലേക്ക് വന്നിട്ട് ഇപ്പോൾ തന്റെ ടീമിനോട് ആ ഒരു കൊലപാതകത്തെ പറ്റി സംസാരിക്കുകയാണ്. ഓക്കെ, നമ്മൾ പ്രധാനമായിട്ട് സംശയിക്കേണ്ടത് ആരെയാണെന്ന് ചോദിക്കുമ്പോൾ ഡെപ്യൂട്ടി പറയും അത് വിവിയന്റെ അച്ഛനെ തന്നെയാണ്. കാരണം ഈ ബ്ലൂ റിച്ച് എന്ന് പറഞ്ഞ സ്ഥലത്തെ പകുതി സ്ഥലങ്ങളും വിവിയന്റെ അച്ഛന്റെയാണ്. പക്ഷെ ഇപ്പോ അതെല്ലാം വിവിയന്റെ പേരിലേക്ക് മാറിയിട്ടുണ്ട്. അതിന് കാരണം വിവിയുടെ അച്ഛന് ഇൻകം ടാക്സ് പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തന്റെ പേരിലുള്ള സ്വത്തുക്കളെല്ലാം വിവിയുടെ പേരിലേക്ക് അവളുടെ അച്ഛൻ മാറ്റി കൊടുക്കുമായിരുന്നു. പക്ഷെ അവിടെയാണ് മറ്റൊരു പ്രശ്നം. ഈ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞിട്ടും അവൾ ഒരിക്കലും ആ ഒരു സ്വത്ത് അവളുടെ അച്ഛന്റെ പേരിലേക്ക് തിരിച്ചെഴുതി കൊടുത്തില്ല. അതുകൂടാതെ അവൾ മറ്റൊരു നാട്ടിലൊരാളെ കല്യാണം കഴിച്ചതും അവളുടെ അച്ഛന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. അതുപോലെ ഇതിനിടയിൽ വിവിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ സ്വത്തിൽ പാതി അവളുടെ ഭർത്താവിനും പാതി അവളുടെ അച്ഛനുമായിരിക്കും പോകുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും അവളെ കൊല ചെയ്യാനായിട്ട് ഒരു മോട്ടീവ് ഉണ്ടാവും. അതിന് പ്രധാന കാരണം ആ സ്ഥലം തന്നെയാണ് എന്നീ രണ്ട് ഡെപ്യൂട്ടികളും നമ്മുടെ ഹീറോയോട് പറയുന്നുണ്ട്. അപ്പോൾ ഹീറോ പറയും പക്ഷെ ഇതിലെ പ്രധാനമായിട്ടും പറ്റിക്കപ്പെട്ടത് വിവിയുടെ അച്ഛൻ തന്നെയാണ്. തന്റെ സ്വത്ത് തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷ അയാൾക്കൊരിക്കലും ഈ സ്വത്ത് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ അതിനു വേണ്ടിയിട്ടായിരിക്കും അവളുടെ അച്ഛൻ അവളെ കൊന്നിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ കാരണം വിവി മരിച്ചു കഴിഞ്ഞാൽ അവളുടെ പാതി സ്വത്തും അവളുടെ ഭർത്താവിന് പോകുമല്ലോ. അതുകൊണ്ട് ആ ഭർത്താവ് അവളെ കൊല്ലാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വിവിയുടെ ഭർത്താവ് ഉണ്ടല്ലോ, അവനും നമ്മൾ പ്രൊട്ടക്ഷൻ കൊടുക്കണം. അതിന് ഹീറോ പറയുന്ന കാരണം ഒരുപക്ഷെ വിവിയുടെ ഭർത്താവല്ല അവളെ കൊന്നത്. അങ്ങനെയാണെങ്കിൽ വിവിയെ കൊന്ന അതേ ആള് അടുത്തായിട്ട് അവളുടെ ഭർത്താവിനെ കൊല്ലാനും ചാൻസ് ഉണ്ട്. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഹീറോ നേരെ പോകുന്നത് തന്റെ ഭാര്യയുടെ അടുത്തേക്ക്. അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് ഈ കേസിനോടൊപ്പം തന്നെ തന്റെ കുടുംബത്തോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കാനും അവൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ അവന്റെ ഭാര്യ ഒരിക്കലും ഒരുമിച്ച് ജീവിക്കാനായിട്ട് താല്പര്യമില്ല. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ കേസ് നല്ലതുപോലെ നോക്ക്, കേസ് കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് ജീവിക്കുന്ന കാര്യങ്ങളെല്ലാം നോക്കാം എന്ന് പറയുന്നതും ഹീറോ ഇപ്പോൾ തന്റെ ഭാര്യയോട് ഒരുപാട് സംസാരിച്ച് അത് കഴിഞ്ഞ് രാത്രി മുഴുവനായിട്ടും വിവിയുടെ ഭർത്താവുണ്ടല്ലോ അവന് പ്രൊട്ടക്ഷനായിട്ട് പോയി നിൽക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോ അടുത്ത ദിവസം വിവിയുടെ അച്ഛനെ കാണാനായിട്ടാണ് പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ അയാളുടെ സുഹൃത്തുക്കൾ ഒരുപാട് പേര് അവിടെ നിൽപ്പുണ്ട്. അങ്ങനെ ഹീറോ നേരെ അയാളുടെ മുന്നിലേക്ക് ചെന്നിട്ട് അല്ല നിങ്ങളുടെ മകളെ കൊന്നത് നിങ്ങളാണോ എന്ന് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നതും ചുറ്റിനും നിൽക്കുന്ന എല്ലാവരും അവരുടെ തോക്കെടുത്ത് ഹീറോയെ ഷൂട്ട് ചെയ്യാനായിട്ട് നിൽക്കും. പക്ഷെ ഹീറോ പേടിക്കത്തില്ല. അങ്ങനെ ഹീറോ നോക്കി നിൽക്കുമ്പോഴത്തേക്കാണ് വിവിയുടെ അച്ഛൻ പറയുന്നത് അവൾ എൻ്റെ കയ്യിൽ നിന്നും എല്ലാ സ്വത്തും എഴുതി വാങ്ങി, അവൾ എന്നെ പറ്റിച്ചു, എൻ്റെ കുടുംബം, എൻ്റെ ബാക്കിയുള്ള മക്കള്, ഇവരെല്ലാവരെയും. അപ്പോൾ ഹീറോ ചോദിക്കും ഓ ആ ദേഷ്യത്തിൽ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ മകളെ കൊന്നതെന്ന് ചോദിക്കുമ്പോൾ വിവിയുടെ അച്ഛൻ പറയും ഇതുവരെ സ്ഥലം മാത്രമല്ലേ എന്ന് നിസ്സാരമായിട്ട് മറുപടി പറയുന്നു. എന്നിട്ട് അയാൾ ഒരു കാര്യം പറയുന്നുണ്ട്, എൻ്റെ മകളെ കൊന്ന ആ ഒരു കൊലയാളിയെ 3 ദിവസത്തിനുള്ളിൽ കണ്ടുപിടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ മൊത്ത നഗരവും കത്തി നശിക്കും. അതേപോലെ തന്നെ ഞാൻ തന്നെ കൊലയാളിയെ കണ്ടുപിടിച്ച് അവനെ ഞാൻ കൊല്ലുകയും ചെയ്യും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ഹാർവി എന്ന് പറഞ്ഞ ഒരു അപ്പൂപ്പൻ്റെ കടയിലേക്ക് വന്നിട്ട് കോഫി അടിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോ ഡെപ്യൂട്ടിയോട് പറയും വിവി മരിച്ചു കിടന്ന സ്ഥലത്ത് മർഡർ വെപ്പനോ അല്ലാന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും തെളിവോ കിട്ടാതെ നമുക്ക് ഈ കേസ് മുന്നിലേക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ തെളിവുകൾ വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തതുകൊണ്ട് നമ്മൾ സംശയിക്കുന്നവരുടെ പുറകെ മാത്രമേ നമുക്കിപ്പോൾ പോകാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് തന്നെ കൊല നടന്ന ആ ഒരു സമയത്ത് വിവിയുടെ അച്ഛനോട് ചോദിക്കുമ്പോൾ അയാൾ പറഞ്ഞത് അയാൾ തനിയെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അതുകൊണ്ട് അവളുടെ അച്ഛനെ സംശയിക്കാൻ കഴിയത്തില്ല. രണ്ടാമത്തേത് വിവിയുടെ ഭർത്താവ് കൊല നടക്കുന്ന സമയമെല്ലാം വീട്ടിൽ തന്നെ ഇരുന്ന് ഗെയിം കളിക്കുമായിരുന്നു. നമ്മൾ സംശയിക്കുന്നവരെല്ലാം എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്, അവരവിടെ ഉണ്ടായിരുന്നു എന്നുള്ള തെളിവ് അവർ തന്നെ നമുക്ക് കാണിച്ചു തരണം. അതുകൊണ്ട് അവനോടൊപ്പം കളിച്ച ആ ഒരു ഓപ്പോണന്റ് ഉണ്ടല്ലോ അയാളാണ് അവനുള്ള സാക്ഷി. അതുമല്ല തോംസൺ അതിനെപ്പറ്റി അന്വേഷിക്കുമ്പോഴത്തേക്കും ആ ഗെയിമറിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആ കമ്പനിക്ക് കൊടുക്കാൻ കഴിയത്തില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇത് കേൾക്കുന്ന ഹീറോ പറയും ശരി അങ്ങനെയാണെങ്കിൽ ഒരു വാറന്റി റെഡിയാക്കാൻ പറയുമ്പോൾ അവിടെയാണ് തോംസൺ ഒരു കാര്യം പറയുന്നത് നമുക്ക് വാറന്റിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ മറ്റൊരു ടെസ്റ്റ് തോംസൺ പറയുന്നുണ്ട്. എന്താന്ന് വെച്ചാല് സാർ നിങ്ങളോട് വിവിയുടെ ഭർത്താവ് പറഞ്ഞത് ആ ഒരു ഫെസ്റ്റിവലിന് പോയില്ല എന്നല്ലേ? അതെ അവൻ പോയില്ല, ഫുൾ ടൈം വീട്ടിൽ തന്നെയായിരുന്നു എന്നാണ് എന്നോട് പറഞ്ഞത്. പക്ഷെ ഒരിക്കലുമല്ല അവൻ കള്ളം പറഞ്ഞതാണ്. അവൻ ആ ഒരു ഫെസ്റ്റിവലിലുണ്ടായിരുന്നു, അതിനുള്ള ഫോട്ടോ എൻ്റെ കയ്യിലുണ്ടെന്നും പറഞ്ഞ് ആ ഒരു ഫോട്ടോ മെയിലിൽ വന്നിട്ടുണ്ട്. പക്ഷെ ആ മെയിൽ അയച്ചത് ആരാണെന്ന് ഇപ്പോഴും എനിക്ക് അറിയത്തില്ല. അതാരാണ് അയച്ചതെന്നെല്ലാം സൈബർ ഡിപ്പാർട്ട്മെന്റിൽ പറഞ്ഞിട്ട് ഞാൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കാം എന്നുള്ള പുതിയൊരു ടെസ്റ്റ് ഇവർ കണ്ടുപിടിക്കുന്നതും അത് കഴിഞ്ഞ് ഹീറോ നേരെ പോകുന്നത് വിവിയുടെ ഭർത്താവിനെ കാണാൻ വേണ്ടിയിട്ടാണ്. അവൻ ആ ഒരു ഫെസ്റ്റിവലിൽ പോയിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോഴാണെങ്കിലോ അവൻ ഹീറോയോട് കള്ളം പറഞ്ഞതാണ് അവൻ ആ ഒരു ഫെസ്റ്റിവലിൽ പോയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നീ കള്ളം പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ വിവിയുടെ ഭർത്താവ് പറയും ആ ഒരു ഫെസ്റ്റിവൽ അറ്റൻഡ് ചെയ്യാനായിട്ട് ഞാൻ ഒരിക്കലും പോയിട്ടില്ല. കാരണം വേറെ ഒന്നുമല്ല, വിവിയുടെ ആ ഒരു പ്ലാൻ ഈ നാട്ടിലുള്ള ആർക്കും ഇഷ്ടമല്ല എന്ന് എനിക്കറിയാം. അതെല്ലാം ഞാൻ അവളോട് പറഞ്ഞിരുന്നു. പക്ഷെ അവളാണെങ്കിലോ ഈ ഒരു സ്പീച്ച് നടത്താൻ വേണ്ടി വീട്ടിൽ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തു. അവളോട് എത്ര പറഞ്ഞിട്ട് അവൾ ഒരിക്കലും കേട്ടില്ല. കാരണം വേറെ ഒന്നുമല്ല, അവൾ നല്ലതുപോലെ എത്ര ശ്രമിച്ചാലും ഈ ഗ്രാമത്തിലുള്ളവരെ അതിനെ സമ്മതിപ്പിക്കാൻ വേണ്ടി ഒരിക്കലും കഴിയത്തില്ല. അതെനിക്ക് നല്ലതുപോലെ തന്നെ അറിയാം. അതേപോലെ തന്നെ അവളുടെ സ്റ്റേജിൽ സംസാരിക്കുമ്പോൾ ഒരു പ്രശ്നവും വരരുത്, അവൾക്കൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ഞാൻ അവൾ സംസാരിക്കുന്ന സമയത്ത് അവിടേക്ക് പോയത്. അപ്പോഴേക്കാണ് ഹീറോ ആ ഫോട്ടോ കാണിച്ചിട്ട്
ആ ഫോട്ടോയിലുള്ള സ്ത്രീയെ കാണിച്ച് ഇതാരാന്ന് ചോദിക്കും. അപ്പൊ ആ ഭർത്താവ് പറയും ഇത് ജെർമിയുടെ ഭാര്യയാണ്. അതുമല്ല ജെർമിയും വിവിയുടെ കുടുംബവും തമ്മിൽ പല വർഷങ്ങളായിട്ട് വലിയ വഴക്കിലാണ്. കാരണം വേറെ ഒന്നുമല്ല, ഈ സ്ഥലം തന്നെയാണ്. ജെർമിയുടെ പൂർവികരുടെ കയ്യിൽ നിന്നാണ് വിവിയുടെ അച്ഛന്റെ പൂർവികര് ഈ സ്വത്തുക്കളെല്ലാം കൈക്കലാക്കിയത്. അതിനെപ്പറ്റിയുള്ള വഴക്ക് വർഷങ്ങളായിട്ട് തലമുറകളായിട്ട് തുറന്നുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല പകയുണ്ട്. കൂടാതെ ഇപ്പോൾ വിവി പറഞ്ഞ ആ ഒരു പ്ലാൻ ഉണ്ടല്ലോ, അതുകൂടി കേൾക്കുമ്പോഴത്തേക്ക് എന്തായാലും അവർക്ക് ഇഷ്ടപ്പെടാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ജെർമിയെ സംശയമുണ്ട്, അവരും വിവിയെ കൊല്ലാനായിട്ട് ചാൻസ് ഉണ്ട് എന്ന് വിവിയുടെ ഭർത്താവ് പറയുന്നതും ഹീറോ ഇപ്പോൾ അവനോട് പറയും ശരി, എന്ത് തന്നെയാലും ഈ ഗ്രാമം വിട്ട് ഒരിക്കലും പുറത്തേക്ക് പോകരുത്, വിളിക്കുമ്പോഴെല്ലാം വരണമെന്ന് പറഞ്ഞ് ഹീറോ അവിടെ നിന്ന് പോകുന്നതും ഹീറോ ഇതുവരെയും രണ്ടുപേരെയാണ് സംശയിച്ചിരുന്നത്. ഒന്ന് വിവിയുടെ അച്ഛനും അതേപോലെ തന്നെ അവളുടെ ഭർത്താവും. ഇപ്പോൾ മൂന്നാമതൊരാൾ വന്നു, ജെർമി. അവനാണെങ്കിൽ ഈ കുടുംബപരമായിട്ട് വഴക്കുള്ളത് കൊണ്ട് തന്നെ അത് കാരണം വിവിയെ കൊല്ലാനായിട്ടൊരു ചാൻസ് ഉണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോ നേരെ പോകുന്നത് ജെർമിയെ കാണാൻ വേണ്ടി. അവിടെ ചെല്ലുമ്പോഴത്തേക്കും ജെർമി ഒരു മ്യൂസീഷ്യനാണ്. കൂടാതെ അവൻ ഈ തോക്കെല്ലാം യൂസ് ചെയ്യാൻ അറിയാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു തോക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വാങ്ങിയിട്ട് ഹീറോ ഇങ്ങനെ നോക്കുമ്പോൾ അയാൾ പറയും എനിക്ക് ഗിത്താറും വായിക്കാൻ അറിയാം, അതേപോലെ തന്നെ തോക്കും യൂസ് ചെയ്യാൻ അറിയാം. അപ്പോഴാണ് ഹീറോ ചോദിക്കുന്നത് ഓക്കെ, നിങ്ങളുടെ കുടുംബം അവരുടെ കുടുംബം തമ്മിലുള്ള ആ ഒരു പ്രശ്നം അതിനെപ്പറ്റി എന്താ പറയുന്നത് ചോദിക്കുമ്പോൾ അതൊന്നും ഇപ്പോൾ വലിയ രീതിയിൽ നടക്കുന്നില്ല, അതൊക്കെ കെട്ടടങ്ങി. അതുപോലെ വിവിയുടെ ഭർത്താവും എൻ്റെ ഭാര്യയും തമ്മിലുള്ള ആ ഒരു ഫോട്ടോ അത് പോലീസിന് അയച്ചു കൊടുത്തതേ ഞാനാണ്. കാരണം വിവിയെ കൊന്ന യഥാർത്ഥ കൊലയാളി ആരാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പോൾ കറങ്ങി തിരിഞ്ഞ അവസാനം എന്നെ തന്നെ സംശയിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് ജെർമി പറയും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഹീറോ ഒരൊറ്റ ചോദ്യം ചോദിച്ചതിന് ശേഷമാണ് പറഞ്ഞു കൊടുക്കുന്നത്. അല്ലാതെ ഹീറോ ഒന്നും ചോദിച്ചിരുന്നില്ല, അവനായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് പറയുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഹീറോ ജെർമിയെ കുറിച്ച് സംശയത്തോടെ തന്നെ നോക്കിയിട്ട് ഓക്കെ, നീ അവിടെ ഉണ്ടായിരുന്നു എന്നതിനുള്ള സാക്ഷി ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതെ, ഞാനാണ് ആ ഫോട്ടോ എടുത്തത്, അതേപോലെ എന്നെ മേയർ കണ്ടിരുന്നു, വേണമെങ്കിൽ മേയറിനോട് ചോദിച്ചാൽ മതി എന്ന് പറയുന്നത്. ജെർമി എന്തായാലും ഫെസ്റ്റിവൽ ടൈമിൽ അതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ കൊല നടന്ന സമയത്ത് അവൻ എവിടെയായിരുന്നെന്ന് മാത്രം ഹീറോയ്ക്ക് അറിയത്തില്ല. അപ്പോൾ ഹീറോ ജെർമിയെ സംശയത്തോടെ തന്നെ നോക്കുമ്പോൾ ജെർമി പറയും ഓക്കെ, നീ എന്നെ വിശ്വസിക്കുന്നില്ല എന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ ഒരിക്കലും ആ കൊല ചെയ്തിട്ടില്ല, വേറെ ആരെ വെച്ചും അവളെ കൊല്ലാനും ശ്രമിച്ചിട്ടില്ല എന്നെല്ലാം പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ജെർമിയായിട്ട് തന്നെ ഓരോ കാര്യങ്ങൾ വായിന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജെർമിയുടെ മേലിലും ഹീറോയ്ക്ക് ഇപ്പോൾ സ്ട്രോങ് ആയിട്ട് തന്നെ സംശയം തുടങ്ങി. അതുകൊണ്ട് ഹീറോ പറയും ഓക്കെ, കേസ് അവസാനിക്കുന്നത് വരെ ഇവിടെ നിന്നും നിങ്ങൾ എവിടേക്കും പോരുതെന്നും പറഞ്ഞ് ഹീറോ അവിടെ നിന്ന് പോകുന്നു. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഹീറോയുടെ വൈഫിന് ഒരു കഫേയുണ്ട്. അവിടെ ഇരുന്ന് ഈ കേസിനെ പറ്റി ഡെപ്യൂട്ടിയായിട്ട് ഇരുന്ന് സംസാരിക്കുകയാണ്. ഇതിൽ നമ്മുടെ ഡെപ്യൂട്ടി പറയുന്നത് എന്താണെന്നറിയോ, ജെർമിക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു മോട്ടീവ് ഉണ്ടായിരുന്നു വിവിയെ കൊല്ലാൻ വേണ്ടി. ഒരുപക്ഷെ ജെർമി അത് ചെയ്തിട്ടുണ്ടാവത്തില്ല, പക്ഷെ ആളെ വെച്ച് അവളെ കൊല്ലാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ താൻ അവിടെ ഉണ്ടായിരുന്നു എന്നതിനുള്ള ഒരു സാക്ഷിക്ക് വേണ്ടിയിട്ട് മേയറിനെ കാണിച്ച് വിവിയന്റെ ഭർത്താവിനെ ഈ ഒരു കേസിൽ ഉൾപ്പെടുത്താനായിട്ടാണ് അയാൾ ശ്രമിക്കുന്നത് എന്ന് നമ്മുടെ ഡെപ്യൂട്ടി പറയുമ്പോഴത്തേക്കും ഹീറോ ചോദിക്കും അല്ല, ജെർമി വഴക്കുള്ളത് വിവിയുടെ അച്ഛനായിട്ടല്ലേ, അങ്ങനെയാണെങ്കിൽ വിവിയുടെ ഭർത്താവ് ജയിലിൽ പോകുമ്പോഴത്തേക്കും ഇയാൾക്ക് എന്ത് നേട്ടം എന്ന് ഹീറോ ചോദിക്കുമ്പോൾ ഡെപ്യൂട്ടി പറയും വിവിയുടെ ഭർത്താവിനെ ജയിലിലേക്ക് പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ പിന്നീട് വിവിയുടെ അച്ഛനുമായിട്ട് ഇയാൾക്ക് വഴക്കുണ്ടാക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കുമല്ലോ, അയാളെ നല്ലതുപോലെ ടാർഗറ്റും ചെയ്യാം. എന്തായാലും ജെർമിക്ക് വിവിയുടെ ഫാമിലിയെ ഇഷ്ടമല്ല, അതേപോലെ തന്നെ അവരുടെ സ്വത്തും ജെർമി ആഗ്രഹിക്കുന്നുണ്ട്. ഇതിലും വലിയ മോട്ടീവ് ഇനി എന്ത് വേണം എന്ന് നമ്മുടെ ഡെപ്യൂട്ടി ചോദിക്കുമ്പോഴത്തേക്കും പക്ഷെ തെളിവില്ലാതെ നമുക്ക് ആരെയും അറസ്റ്റ് ചെയ്യാൻ കഴിയത്തില്ല എന്ന് ഹീറോ പറയും. അതേസമയമാണ് തോംസൺ ഇവരുടെ അടുത്തേക്ക് വന്നിട്ട് സാർ, വിവിയുടെ അച്ഛനെ ഇന്ന് വൈകുന്നേരം മുതൽ കാണാനില്ല എന്നും പറഞ്ഞിട്ട് അവൻ അവിടെ ഇരിക്കുമ്പോഴത്തേക്കും ഹീറോ ചോദിക്കും അല്ല, നീ ഇവിടെ വന്നു കഴിഞ്ഞാൽ വിവിയുടെ ഭർത്താവിനെ ആരാ സംരക്ഷിക്കുന്നത് എന്ന് ചോദിക്കുന്നതും തോംസൺ ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവൻ വല്ലാതെ അവനെ തന്നെ നോക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഹീറോ വിവിയുടെ ഭർത്താവിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് രണ്ട് കാരണമുണ്ട്. ഒന്ന്, വിവിയെ കൊന്നത് അവളുടെ ഭർത്താവാണെങ്കിൽ അവനെ നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യണം. രണ്ടാമത്തത്, അവനല്ല വിവിയെ കൊന്നതെങ്കിൽ വിവിയെ കൊന്ന അതേ കൊലയാളി അവനെ കൊല്ലാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അവനെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് ഹീറോ പറഞ്ഞിരുന്നത്. പക്ഷെ ഇത് രണ്ടും ഇപ്പോൾ നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും പെട്ടെന്ന് വിവിയുടെ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് ഓഹോ, വേറൊന്നുമല്ല, ഹീറോ പ്രതീക്ഷിച്ചതുപോലെ തന്നെ വിവിയുടെ ഭർത്താവിനെയും ആരോ കൊന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വിവിയുടെ ഭർത്താവ് ഒരിക്കലും കൊലയാളിയല്ല. അതുമല്ല, തോംസൺ ഇപ്പോൾ പറയുകയും ചെയ്തു വിവിയുടെ അച്ഛനെ വൈകുന്നേരം മുതൽ കാണാനില്ലെന്നും. അപ്പോൾ നമ്മുടെ ഹീറോ സംശയിക്കുന്നത് വേറെ ആരുമല്ല, വിവിയുടെ അച്ഛനെ. അതിന് കാരണം സിമ്പിളാണ്, വിവിയും വിവിയുടെ ഭർത്താവും മരിച്ചു കഴിഞ്ഞാൽ മൊത്ത സ്വത്തിനും അവകാശി വിവിയുടെ അച്ഛൻ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ കൊലയിൽ പ്രധാനമായിട്ട് നമ്മൾ സംശയിക്കേണ്ടത് വിവിയുടെ അച്ഛനെ തന്നെയാണ്. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഡെപ്യൂട്ടി ഒരു കാര്യം കണ്ടുപിടിക്കുന്നത്, ബുള്ളറ്റിന്റെ ഷെല്ല്. ഇത് വെച്ചിട്ട് ഇതാരുടെ തോക്കാണ് എന്ന് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞ ആദ്യത്തെ തെളിവ് ഇവർ കണ്ടുപിടിക്കുന്നു. അങ്ങനെ ഇത് സംസാരിച്ച് രണ്ടുപേരും അവിടെ നിൽക്കുമ്പോഴത്തേക്കും ഇവർ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം ആരോ ഒരാൾ ഒളിച്ചിരുന്ന് കാണുന്നുണ്ട്, അത് മരത്തിന്റെ പിറകിലായിട്ട്. അപ്പോൾ ഈ കാര്യം ദൂരെ നിൽക്കുന്ന ഹീറോ ശ്രദ്ധിക്കും. അപ്പോൾ ഇത് കണ്ട ഹീറോ അവരുടെ പുറകെ ഓടുന്നതും ആ ഒരാൾ നല്ല വേഗതയിൽ അവിടെ നിന്ന് ഓടാൻ തുടങ്ങും. ഹീറോ കുറച്ച് ഗ്യാപ്പിട്ടാണ് പുറകെ പോകുന്നത്. അങ്ങനെ ഓടുമ്പോഴത്തേക്കാണ് ഒരു കാര്യം മനസ്സിലാവുന്നത്, മുന്നിൽ ഓടുന്നത് ഒരിക്കലും ഒരു പുരുഷനല്ല, അതൊരു സ്ത്രീയാണ്.
അങ്ങനെ കുറെ ദൂരം ആ സ്ത്രീയെ ഫോളോ ചെയ്ത് അവസാനം ഹീറോ എത്തുന്നത് ജിം എന്ന് പറഞ്ഞ ഒരു അയൽക്കാരനുണ്ടല്ലോ വിവിയുടെയൊക്കെ, അവന്റെ വീടിനടുത്തേക്കാണ്. അതുമല്ല, അവന്റെ വീടിനടുത്ത് ഒരു ഫാം ഉണ്ട്. അവിടെ ഒരു ബോർഡിൽ എന്തോ ഒരു സിമ്പലും വരച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഹീറോ ജിമ്മിന്റെ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ജിമ്മ് വീടിന് വെളിയിലിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവനോട് ചോദിക്കാന്ന് പറഞ്ഞിട്ട് നേരെ അകത്തേക്ക് വന്ന് ഓടി വന്നത് സ്ത്രീയാണല്ലോ. അതുകൊണ്ട് തന്നെ ജിം, നിന്റെ ഭാര്യ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ജിം ഇപ്പോൾ തന്റെ ഭാര്യയെ വിളിക്കുന്നു. അവളാണെങ്കിൽ നോർമലായിട്ട് തന്നെ വീട്ടിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഹീറോ ജിമ്മിന്റെ ഭാര്യയുടെ ഷൂ നോക്കും. അതിൽ മുഴുവനായിട്ടും മണ്ണും പൊടിയെല്ലാം പറ്റിയിരിക്കുന്നു. ഇപ്പോൾ ഹീറോ ഓടി വന്ന വഴിയിലും ഇതുപോലെ തന്നെ മണ്ണും ചെളിയുണ്ടായിരുന്നു. അതുപോലെ ഇവളുടെ ഷൂ ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോഴത്തേക്കും ഹീറോ, അല്ല നിങ്ങൾ രാത്രി എവിടെ പോയിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അവന്റെ ഭാര്യ പറയും, ഇല്ല ഞാൻ എവിടെയും പോയിരുന്നില്ല, വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഹീറോയ്ക്ക് മനസ്സിലായി ജിമ്മിന്റെ ഭാര്യ എന്തായാലും കള്ളമാണ് പറയുന്നത്. അപ്പോൾ ഹീറോ ഇവരോട് പറയും വിവിയുടെ ഭർത്താവിനെ ആരോ ഷൂട്ട് ചെയ്ത് കൊന്നു. ഇത് പറയുമ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും ഷോക്ക് ആവുന്നില്ല. അവരുടെ മുഖത്ത് ആ ഒരു ഭാവം കാണാൻ കഴിയുന്നില്ല. അപ്പോൾ ജിമ്മ് ചോദിക്കും, ഹോ അപ്പോൾ നിങ്ങൾ ഞങ്ങളെയാണ് സംശയിക്കുന്നത് എന്നൊരു പുച്ഛത്തോടെ ചോദിക്കുമ്പോഴത്തേക്കും ഹീറോ പറയും, ഇല്ലില്ല ഞാൻ എൻ്റെ ഡ്യൂട്ടി നോക്കാനായിട്ടാണ് വന്നത് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് തിരിച്ചു പോകുന്നു. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയ ഹീറോ അടുത്ത ദിവസം തന്നെ ആ ഒരു മേയറിനെ പോയി കണ്ടിട്ട് ഹീറോ ഇപ്പോൾ കണ്ടുപിടിച്ച കാര്യങ്ങളെല്ലാം ഓരോന്നായിട്ട് ഇവരോട് പറയാണ്. ഇതിനു മുന്നേ ഹീറോ ഒരു മരുഭൂമിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ വെച്ചിട്ട് അവിടെയുള്ള ജനങ്ങൾക്ക് പ്രധാനമായിട്ട് വേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? അത് വെള്ളമാണ്. വെള്ളത്തിന് വേണ്ടി അവരെന്ത് വേണമെങ്കിലും ചെയ്യും. ഇപ്പോൾ മരുഭൂമിയിൽ താമസിക്കുന്ന ആളുകൾ വെള്ളത്തിന് വേണ്ടിയിട്ട് ഒരാളെ കൊല്ലാൻ പോലും മടിക്കത്തില്ല. ഇപ്പോൾ വിവിയുടെ കൊലപാതകത്തിന് കാരണവും വെള്ളമാണെന്നാണ് ഹീറോ പറഞ്ഞു വരുന്നത്. അപ്പോൾ ആ മേയർ ചോദിക്കും, അതെന്തുകൊണ്ടാ എന്ന് പുതിയൊരു കാര്യം നമ്മൾ ചിന്തിക്കുമ്പോൾ അതിന് കാരണം എന്താണെന്ന് ഹീറോ പറയാണ്. ഇപ്പോൾ വിവി ഈ സ്ഥലത്ത് ഒരു റിസോർട്ട് കെട്ടാൻ പോകുന്നുണ്ട്. ആ റിസോർട്ട് കെട്ടാൻ പോകുന്ന സ്ഥലമാണെങ്കിലോ ഇവിടെ അടുത്തായിട്ടുള്ള വലിയൊരു ആറുണ്ട്. അതിന് ചുറ്റിനുള്ള സ്ഥലത്താണ് അവൾ ആ ഒരു റിസോർട്ട് തന്നെ കെട്ടാൻ പോകുന്നത്. അങ്ങനെ വിവി അവിടെ ആ ഒരു റിസോർട്ട് കെട്ടിക്കഴിഞ്ഞാലേ ഈ ആറിലെ വെള്ളം യൂസ് ചെയ്യാനായിട്ട് ഇവിടെയുള്ള ജനങ്ങൾക്ക് ഒരിക്കലും കഴിയത്തില്ല. അവരുടെ ആ ഒരു അവകാശം അവിടെ നിൽക്കും. അതിൽ പ്രധാനമായിട്ടും ബാധിക്കാൻ പോകുന്നൊരു കുടുംബം ഏതാണെന്ന് വെച്ചാൽ അത് ജിമ്മിന്റെ കുടുംബമാണ്. കാരണം ജിമ്മ് ഒരുപാട് പശുക്കളെ വളർത്തുന്നുണ്ട്. അവന്റെ പശുക്കൾ പ്രധാനമായിട്ടും ഈ ഒരു ആറിലെ വെള്ളമാണ് കുടിക്കുന്നത്. ഇപ്പോൾ ഈ ആറിലെ വെള്ളം കിട്ടാതെ വന്നു കഴിഞ്ഞാൽ അവന്റെ ഒരേ ഒരു വരുമാനമായിട്ടുള്ള ആ ഒരു പശു വളർത്തൽ നിൽക്കും. അതെല്ലാം ചത്തുപോകും. അതുപോലെ അവന്റെ പശുക്കൾക്ക് ആ ഒരു ആറിൽ നിന്ന് വെള്ളം കുടിക്കാനായിട്ടുള്ള എഗ്രിമെന്റ് വിവിയുടെ അച്ഛനായിട്ട് അവർക്ക് കൊടുത്തതാണ്. പക്ഷെ ഇപ്പോൾ ആ ഒരു സ്വത്തും കാര്യങ്ങളെല്ലാം വിവിയുടെ കയ്യിലേക്ക് വന്നപ്പോൾ അവൾ കുറെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇവർക്കാകെയുള്ള ആ ഒരൊറ്റ അവകാശവും അവിടെ നഷ്ടപ്പെടും. അതുകൊണ്ട് വിവിയുടെ കൊലപാതകം നടന്നിട്ടുള്ളത് വെള്ളത്തിന് വേണ്ടിയും അതേപോലെ തന്നെ ആ ഒരു പശുക്കൾക്കും വേണ്ടിയിട്ടാണ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം. വിവിയുടെ ശരീരം ആദ്യം കണ്ടത് ജിമ്മിന്റെ ഭാര്യയാണ്. അതേപോലെ ഹീറോ അവളുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവളുടെ ഷൂവിൽ മണ്ണും ചെടിയെല്ലാം പറ്റിയിരുന്നു. അതുകൊണ്ട് വിവിയുടെ ഭർത്താവിന്റെ വീട്ടിൽ നിന്നും ഓടിപ്പോയ ആ സ്ത്രീയും ജിമ്മിന്റെ ഭാര്യ തന്നെയായിരുന്നു. അങ്ങനെയാണെങ്കിൽ അവരെന്തായാലും അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഹീറോ ഇപ്പോൾ ജിമ്മിന്റെ വീട്ടിലേക്ക് പോകാൻ പോകണമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും ജെർമി ഉണ്ടല്ലോ, അവനിപ്പോ ഹീറോയുടെ ഭാര്യയുടെ ആ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വരുന്നു. പക്ഷെ ഇവരെ കാണുമ്പോഴത്തേക്കും ജെർമി വേറൊന്നും പറയുന്നില്ല. ഹീറോയും മറുപടിയൊന്നും പറയുന്നില്ല. കാരണം വേറെ ഒന്നുമില്ല, ഹീറോ ഇപ്പോൾ ഏകദേശം കേസ് ഒരു വിധത്തിൽ തീർക്കാറായി. അതേപോലെ തന്നെ കൊലയാളി ആരാണെന്ന് കണ്ടുപിടിച്ചു. അപ്പൊ ആ കാര്യം ജെർമിക്കും മനസ്സിലായി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോയും ടീമും ജിമ്മിന്റെ വീട്ടിലേക്ക് പോവാണ്. അതേസമയമാണ് വെളിയിലെ കാറിലിരുന്ന് ഇതെല്ലാം വിവിയുടെ അച്ഛൻ കാണുന്നുണ്ടായിരുന്നു. അയാളിപ്പോൾ നല്ലതുപോലെ മദ്യപിച്ചിട്ട് അയാൾ കാറിൽ നിന്നും ഈ ഒരു കഫയ്ക്കുള്ളിലേക്ക് കയറി പോകുന്നു. അപ്പൊ ഇത്രയും നാൾ ഇയാളെ കാണാനില്ലെന്നല്ലേ പറഞ്ഞത്. അയാൾ ഇപ്പോൾ ഇവിടേക്ക് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാല് ഇപ്പൊ തന്റെ മകളെ കൊന്നത് ജെർമിയാണെന്ന് പറഞ്ഞിട്ടാണ് അയാള് ഇതിനകത്തേക്ക് വരുന്നത്. എന്നിട്ട് ജെർമിയായിട്ട് വഴക്കിടാൻ വേണ്ടി അകത്തേക്ക് വന്ന് നിന്നെ ഞാൻ കൊല്ലുമെന്നെല്ലാം പറഞ്ഞിട്ട് ഇവര് രണ്ടുപേരും വഴക്കിടുന്നതും ഹീറോയുടെ ഭാര്യ ഇവിടുന്ന് വെളിയിലേക്ക് ഇറങ്ങി വന്ന്, ഹേയ് നിങ്ങൾ എന്ത് വഴക്കിടുന്നെങ്കിലും ഈ ഷോപ്പിന് വെളിയിൽ വെച്ചിട്ട് ഇതിനകത്ത് അതൊന്നും നടക്കത്തില്ല എന്ന് പറയുമ്പോൾ വിവിയുടെ അച്ഛൻ പെട്ടെന്ന് ജെർമിയോട് പറയും, നീ ആണെങ്കിൽ പുറത്തേക്ക് വാ, നമുക്കൊരു കൈ നോക്കാന്നും പറഞ്ഞ് വിവിയുടെ അച്ഛൻ വെളിയിലേക്ക് വരുന്നു. ഇതുകൂടി കേൾക്കുന്ന ജെർമി എന്തായാലും മടങ്ങിയിരിക്കോ? ഒരിക്കലുമില്ല. അവനും ഫോൺ എടുത്ത് തിരിച്ച് വിവിയുടെ അച്ഛനെ അടിക്കാൻ വേണ്ടി ഒരുപാട് ആളുകളെല്ലാം വിളിച്ചു കൂട്ടുന്നുണ്ട്. അപ്പോൾ തന്നെ ഹീറോയുടെ ഭാര്യയ്ക്ക് മനസ്സിലായി ഇവിടെ എന്തോ ഒരു വലിയ കാര്യം നടക്കാൻ പോകുന്നുണ്ട്. ഇവിടെ ജിമ്മിന്റെ വീട്ടിൽ കാണിക്കുമ്പോൾ ഇവരിപ്പോ ജിമ്മിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ പോവാണ്. അപ്പോഴാണ് ജിമ്മ് പറയുന്നത്, നിങ്ങൾ പറയുന്നത് പോലെ ഒരിക്കലും വിവിയെ കൊന്നത് ഞാനല്ല, നിങ്ങൾ തെറ്റായിട്ടുള്ള ആളെ പിടിച്ചോണ്ട് പോകുന്നെന്ന് പറയുമ്പോൾ ഹീറോ പറയും, നീയല്ലേ ആ പശുക്കൾക്ക് വേണ്ടി മനുഷ്യന്മാരെ കൊല്ലുന്നത് എന്ന് പറയുമ്പോൾ, എന്ത് പശുക്കളോ? എനിക്കതിന് പശുക്കളൊന്നുമില്ല, നിങ്ങൾ എന്താ ഈ പറയുന്നത് ചോദിക്കുമ്പോൾ ഹീറോ ചോദിക്കും, ശരി അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഫാമിലി അവിടെ നിൽക്കുന്ന ആ ഒരു പശുക്കൾ ആരുടേതാണെന്ന് ചോദിക്കുമ്പോൾ ജിമ്മ് പറയും, അത് എന്റേതല്ല, ആ പശുക്കൾ ചുറ്റി നടക്കുന്ന ഈ സ്ഥലം മുഴുവനായിട്ട് എൻ്റെ തന്നെയാണ്, പക്ഷേ ആ പശുക്കൾ എന്റേതല്ല, അതിനെല്ലാം ഇവിടേക്ക് മെയ്യാനായിട്ട് വിട്ടേക്കാണ്, അതിനുള്ള വാടകയും ഞാൻ വാങ്ങുന്നുണ്ട്, അത് വെച്ചിട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ കുടുംബം തന്നെ കൊണ്ടുപോകുന്നത്. അതേപോലെ തന്നെ ഇത് ആ ഒരു ആറിലേക്ക് പോയി വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അതിനുള്ള പണം വിവിയുടെ അച്ഛന് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് എന്നുള്ള സത്യം പറയുമ്പോഴത്തേക്കും അടുത്ത ടെസ്റ്റ് എന്തായാലും ജിമ്മല്ല കൊലയാളി. പക്ഷെ ഹീറോ സംശയിച്ച ആ ഒരു മോട്ടീവ് ഉണ്ടല്ലോ, അത് കറക്റ്റ് തന്നെയാണ്. ഈ പശുക്കൾക്കും അതേപോലെ തന്നെ വെള്ളത്തിനും വേണ്ടിയിട്ട് തന്നെയാണ് വിവിയെ കൊന്നിട്ടുള്ളത്. പക്ഷേ അത് ചെയ്തത് ഇവരല്ല. അങ്ങനെയാണെങ്കിൽ ഈ പശുക്കളുടെ ഓണർ ഉണ്ടല്ലോ, അയാളെയാണ് കണ്ടുപിടിക്കേണ്ടത്.
അങ്ങനെ ആ ഒരു വേലിക്ക് വെളിയിൽ ഒരു പ്രത്യേക സിമ്പിൾ ഇട്ടിട്ടുണ്ടല്ലോ. ഈ കാര്യം ഹീറോ ഇപ്പൊ കണ്ടിട്ട് ഇവർ അവിടെ നിന്ന് പോകാനായിട്ട് നിൽക്കുമ്പോഴത്തേക്കും ഹീറോയുടെ ഭാര്യ പെട്ടെന്ന് വിളിച്ചിട്ട് ഇതുപോലെ ജെർമിയും വിവിയന്റെ അച്ഛനും വഴക്കുണ്ടാക്കാൻ പോവാണ്, നിങ്ങൾ പെട്ടെന്ന് ഇവിടേക്ക് വരണമെന്ന് പറയുമ്പോൾ ഹീറോ പറയും ശരി ഞാൻ ഇപ്പൊ തന്നെ അവിടേക്ക് വരാമെന്ന് പറഞ്ഞ് ഹീറോ പെട്ടെന്ന് ആ സ്ഥലത്തേക്ക് വന്നിട്ട് ഇവർ രണ്ടുപേരും ആളുകളെല്ലാം കൂട്ടി വഴക്കിട്ട് അവസാനം അങ്ങോട്ട് ഒരു വെടിവെക്കാനായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഹീറോ അവിടേക്ക് വന്ന് രണ്ടുപേരോട് സമാധാനമായിട്ട് സംസാരിച്ച് അവരുടെ വഴക്ക് ഒത്തുതീർപ്പാക്കുന്നു. അതേപോലെ തന്നെ വിവിയുടെ അച്ഛനോട് ഹീറോ പറയുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരിക്കലും ജെർമി അല്ല വിവിയെ കൊന്നത്, അയാളെ വെറുതെ വിടാൻ പറയുന്നതും ഇപ്പോഴാണ് വിവിയുടെ അച്ഛൻ കുറച്ച് സമാധാനാവുന്നത്. അപ്പോൾ വിവിയുടെ അച്ഛൻ ചോദിക്കും അങ്ങനെയാണെങ്കിൽ എന്റെ മകളെ കൊന്ന യഥാർത്ഥ കൊലയാളി ആരാണെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും അത് തീർത്തിട്ട് ഞാൻ തിരിച്ചിവിടേക്ക് തന്നെ വരാം, എന്നിട്ട് നിങ്ങളോട് എല്ലാ കാര്യവും പറയാമെന്ന് പറഞ്ഞു. ഹീറോ എന്തായാലും ഈ ഒരു വഴക്ക് സോൾവ് ചെയ്തു. അതിലൂടെ തന്നെ ഹീറോയ്ക്ക് മറ്റൊരു ഗുണം കൂടിയുണ്ട്. എന്താണെന്നല്ലേ, ഇവരുടെ ഈ ഒരു വഴക്ക് നിർത്താനായിട്ട് പോകുമ്പോഴത്തേക്ക് എല്ലാവരും തോക്കുമായിട്ടൊക്കെ നിൽക്കുമ്പോൾ ഇത് കണ്ട ഹീറോയുടെ ഭാര്യയ്ക്ക് ഹീറോയുടെ എന്തോ ഒരു ഇഷ്ടം, അതുകൊണ്ട് തന്നെ അവൾ ഓടി വന്ന് അവനെ കെട്ടിപ്പിടിക്കുമ്പോൾ ഇതെന്തായാലും ഹീറോയ്ക്ക് നല്ലൊരു കാര്യം തന്നെയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോ നേരെ പോകുന്നത് യഥാർത്ഥ ആ ഒരു കൊലയാളിയുടെ അടുത്തേക്കാണ്. അപ്പോൾ ജിം പറഞ്ഞിരുന്നല്ലോ ആ ഒരു പശുക്കൾ ഒരിക്കലും തന്റേതല്ല, പക്ഷേ പശുക്കൾക്ക് മേയാനായിട്ട് ഈ സ്ഥലം താൻ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണെന്ന്. അങ്ങനെ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത് അത് ആർക്കാണെന്ന് അവൻ പറയുന്നുണ്ട്, അത് വേറെ ആരുമല്ല ഇവിടെ ആ ഒരു ഷോപ്പ് നടത്തുന്ന ഹാർവി ഉണ്ടല്ലോ അയാളുടേതാണ് ആ ഒരു പശുക്കളെല്ലാം. അപ്പോൾ ഹാർവിയുടെ ഫുൾ നെയിം ഹാർവി ഹാർസൺ, ആ പേര് ഷോർട്ടായിട്ടാണ് അവിടെയുള്ള ആ ഒരു ലോഗോ ഉണ്ടല്ലോ അതിൽ വെച്ചേക്കുന്നത്. അപ്പൊ ഇത് വെച്ച് തന്നെ ഹീറോ ജിമ്മു പറഞ്ഞത് സത്യമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഹാർവിയെ പിടിക്കാനായിട്ട് ഇവിടേക്ക് വന്നിട്ടുള്ളത്. അതുമല്ലാതെ ഹാർവി തന്നെയാണ് വിവിയുടെ ഭർത്താവിനെ കൊന്നത് എന്നതിനുള്ള തെളിവ് ഹീറോയുടെ കയ്യിലുണ്ട്. അതെന്താന്ന് വെച്ചാല് ഹാർവി മരിച്ചു കിടന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് എടുത്തൊരു ബുള്ളറ്റിന്റെ ഷെല്ലുണ്ടല്ലോ, ആ ബുള്ളറ്റിന്റെ ഷെല്ലുകള്. അപ്പൊ ആ ഷെല്ല് വെച്ച് പരിശോധിക്കുമ്പോഴത്തേക്കും ആ തോക്കിന്റെ ഉടമസ്ഥൻ ഫിലഡൽഫിയ എന്ന് പറഞ്ഞ അടുത്തുള്ള നഗരത്തിലെ ആളാണ്. അത് വേറെ ആരുമില്ല, ഹാർവിയുടെ ഷോപ്പിലേക്ക് സ്റ്റാർട്ടിങ്ങില് ഒരു 3 പേര് മോഷ്ടിക്കാനായിട്ട് വന്നിരുന്നല്ലോ. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ അവരോട് ഫൈറ്റ് ചെയ്യുമ്പോൾ അതിലൊരുത്തന്റെ തോക്ക് ഈ ഷോപ്പിൽ വീഴുകയും ചെയ്തു. അവരാരെയും അത് കണ്ടതുമില്ല. ആ തോക്കാണ് ഹാർവി വിവിയുടെ ഭർത്താവിനെ കൊല്ലാൻ വേണ്ടി യൂസ് ചെയ്തത്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ഹീറോ ഇപ്പൊ പറയുമ്പോഴത്തേക്കും ഹാർവി തന്റെ കയ്യിലുള്ള ആ ഒരു തോക്കെടുത്ത് ഹീറോയെ ഷൂട്ട് ചെയ്യാനായിട്ട് വരികയാണ്. പക്ഷെ അതിനു മുന്നേ തന്നെ ഹീറോ അലർട്ടായിട്ട് പെട്ടെന്ന് ഹാർവിയുടെ കൈ പിടിച്ച് തിരിക്കുന്നതും ആ തോക്ക് താഴെ വീഴുന്നു. ഈ സമയത്താണ് ഹാർവിയുടെ ഭാര്യ ഉണ്ടല്ലോ അവരൊരു തോക്കായിട്ട് ഹീറോയെ ഷൂട്ട് ചെയ്യാനായിട്ട് വന്ന് നിൽക്കും. ഷടാ ഇത് പുതിയ ടെസ്റ്റ് ആയി പോയല്ലോ. പക്ഷെ എന്തായാലും ഒരു കുഴപ്പമില്ല. അതിനു മുന്നേ തന്നെ തോംസൺ പുറകിലൊരു തോക്കുമായിട്ട് ഹാർവിയുടെ ഭാര്യയെ ഭീഷണിപ്പെടുത്തി അവിടെ നിൽക്കാണ്. ഹാർവിയുടെ ഭാര്യയുടെ പുറകിൽ വന്നിട്ട് തോക്ക് താഴെ വെച്ചോ, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞ് അവന് നിൽക്കുന്നതും ഹാർവിയുടെ ഭാര്യയ്ക്കും വേറെ വഴിയില്ല, തോക്ക് താഴേക്ക് വയ്ക്കുന്നു. അങ്ങനെ ഹാർവിയുടെ ഭാര്യ ഇപ്പോ സത്യങ്ങളെല്ലാം പറയും വിവിയെ കൊന്നത് അവരാണെന്ന്. എന്താന്ന് വെച്ചാല് അവൾ എന്നാ ഒരു പ്രസംഗമെല്ലാം കഴിഞ്ഞിട്ട് വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കും ഹാർവിയുടെ ഭാര്യ വിവിയോട് സംസാരിക്കാണ് ചെന്നു. നിങ്ങൾ ഈ ഒരു പ്രോജക്റ്റ് ഈ നാട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാല് ഇവിടെയുള്ള പ്രകൃതി നശിക്കും, അതേപോലെ തന്നെ ആ ഒരു ആറ് നശിച്ചു കഴിഞ്ഞാല് ഞങ്ങളുടെ പശുക്കൾക്ക് അത് ഒരിക്കലും നല്ലതായിരിക്കത്തില്ല, ഞങ്ങളുടെ വരുമാനം നഷ്ടപ്പെടും, അതേപോലെ തന്നെ ഈ ഒരു പ്രകൃതി തന്നെ ഇല്ലാതാവും എന്നെല്ലാം അവളോട് പറഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും വിവി ഒരിക്കലും അതിൽ നിന്ന് പിന്മാറാനായിട്ട് തയ്യാറല്ല. അപ്പൊ ഇത്രയൊക്കെ പറയുമ്പോഴും വിവി ഒരിക്കലും ഹാർവിയുടെ ഭാര്യയോട് വഴക്കുണ്ടാക്കിയിരുന്നില്ല. അതേപോലെ തന്നെ ഹാർവിയുടെ ഭാര്യയാണെങ്കിലോ വിവിയെയും തടയാനായിട്ട് ശ്രമിച്ചിട്ടില്ല. അപ്പോഴാണ് വിവി അവളെന്തായാലും തീരുമാനം എടുത്ത് അതിൽ നിന്ന് ഒരു പിന്മാറ്റവും എന്ന് പറഞ്ഞ് മുന്നിലേക്ക് നടന്നു പോകുന്നതും പെട്ടെന്ന് ഹാർവിയുടെ ഭാര്യ വിവിയെ പിടിക്കും. എന്നിട്ട് ഇവള് പറയുന്നത് കേൾക്കത്തില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് പുറകിലേക്ക് വലിക്കുമ്പോൾ അവളുടെ കാല് തട്ടിയിട്ട് അവൾ പെട്ടെന്ന് താഴേക്കൊന്ന് വീഴുന്നതോ ഒരു കല്ലിന്റെ മുകളിലേക്ക് തല വന്നിടിച്ച് സ്പോട്ടിൽ തന്നെ വിവി അവിടെ വെച്ച് മരിക്കുകയാണ്. ഇതാണ് സംഭവിച്ചത്. ഇത് വേണമെന്നും പറഞ്ഞ് ഒരിക്കലും ചെയ്തതല്ല, അബദ്ധത്തിൽ സംഭവിച്ചു പോയതാണ്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഹാർവിയുടെ ഭാര്യ കരയുമ്പോഴത്തേക്കും ഹീറോ ഇപ്പൊ ചോദിക്കും ശരി അതൊക്കെ ഓക്കെ, നിങ്ങൾ വിവിയുടെ ഭർത്താവിനെ കൊന്നത് എന്തിനാ എന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് പറയുന്നത് ഇതുപോലെ വിവി മരിച്ചു കഴിഞ്ഞാല് അതിൽ പാതി സ്വത്ത് ഭർത്താവിനും പാതി സ്വത്ത് അവളുടെ അച്ഛനായിരിക്കുമല്ലോ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ വിവിയുടെ ഭർത്താവും കൂടി മരിച്ചു കഴിഞ്ഞാൽ മൊത്ത സ്വത്തും വിവിയുടെ അച്ഛനിലേക്ക് തന്നെ പോവും. അങ്ങനെ പോയി കഴിഞ്ഞാൽ അയാൾ ഒരിക്കലും ഈ ഒരു നാട് നശിപ്പിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യത്തില്ല. ഇവരുടെ പശുവിന് ആവശ്യമായിട്ടുള്ള ആ ഒരു വെള്ളം ഇവർക്ക് വീണ്ടും പഴയതുപോലെ തന്നെ ആ ഒരു ആറിൽ നിന്ന് എടുക്കാൻ കഴിയും. അതിനൊരു തടസ്സവും വിവിയുടെ അച്ഛൻ ചെയ്യത്തില്ല. അതുകൊണ്ടാണ് വിവിയുടെ ഭർത്താവിനെ ഇവർ കൊന്നത്. അപ്പോൾ വിവിയുടെ ഭർത്താവിനെ കൊന്നത് എന്തായാലും ഹാർവി, വിവിയെ കൊന്നത് ഹാർവിയുടെ ഭാര്യയും. ഇവർ ആ ഒരു പശുക്കളെ വെച്ചിട്ടാണ് ഒരു വിധത്തിൽ ജീവിച്ചു പോകുന്നത്. അതും ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഇവർക്ക് ഒരിക്കലും ജീവിക്കാൻ കഴിയത്തില്ല. കൂടാതെ ഈ ഒരു പ്രകൃതി നശിക്കരുത്, ആ ഒരു ഒറ്റ ഉദ്ദേശം കൊണ്ടാണ് ഇവരിങ്ങനെയെല്ലാം ചെയ്തത്. അതുകൊണ്ട് തന്നെ പണത്തിന് വേണ്ടിയിട്ട് ഈ ഒരു കൊല ചെയ്തിട്ടില്ല എന്ന് നമുക്കറിയാം. അവർക്ക് ജീവിക്കണം, അതിനു വേണ്ടിയിട്ട് അങ്ങനെ തോക്ക് താഴെ വെച്ചിട്ട് ഹാർവിയുടെ ഭാര്യ നല്ലതുപോലെ കരയുന്നതും ഹീറോ ഓടിച്ചെന്നിട്ട് അവരെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. കാരണം അവരുടെ അവസ്ഥ എന്താണെന്ന് ഹീറോയ്ക്ക് നല്ലതുപോലെ തന്നെ അറിയാം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹാർവിയുടെ ഭാര്യനെ ഇവർ അറസ്റ്റ് ചെയ്തായിട്ട് ഈ ഒരു മൂവിയിൽ കാണിക്കുന്നില്ല. ഇപ്പൊ അത് കഴിഞ്ഞ് വിവിയുടെ അച്ഛനെയാണ് കാണിക്കുന്നത്. ഹീറോ ഈ ഒരു കേസ് സോൾവ് ചെയ്തത് കൊണ്ട് തന്നെ ഹീറോയുടെ അയാൾ നന്ദിയെല്ലാം പറയുന്നുണ്ട്. പക്ഷേ തന്റെ മകളെ കൊന്നത് ആരാണെന്ന് വിവിയുടെ അച്ഛൻ അറിയാമെങ്കിലും അയാൾ ഒരിക്കലും ഹാർവിയുടെ കുടുംബത്തെ ഒന്നും ചെയ്യത്തില്ല. കാരണം അയാൾക്കും അറിയാം അവരൊരിക്കലും മനഃപൂർവ്വമല്ല ചെയ്തത്, ഇതെല്ലാം നല്ലതിനു വേണ്ടിയിട്ടും അവരുടെ ആ ഒരു പശുവിന് വേണ്ടിയിട്ടും ഇവരുടെ ഒരു ഗ്രാമം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുമാണെന്ന്. അതുകൊണ്ട് തന്നെ ഹാർവിയെ കുടുംബത്തെയും വിവിയുടെ അച്ഛനും ക്ഷമിച്ചു വിട്ടേക്കുന്നു. അങ്ങനെ ഈ കേസ് അവസാനിച്ച് ഹീറോ ഇപ്പൊ തിരിച്ചു വരുമ്പോഴത്തേക്കും അവന്റെ ഭാര്യയ്ക്ക് അവനോട് ചെറിയൊരു ഇഷ്ടം തോന്നിയെന്ന് പറഞ്ഞതല്ലോ.
അതിപ്പോൾ പൂർണ്ണമായിട്ടും നല്ലൊരു ഇഷ്ടമായിട്ട് മാറിയിട്ട് ഇവർ വീണ്ടും ഒരുമിച്ച് തന്നെ താമസിക്കാനായിട്ട് തുടങ്ങാണ്. അതോടെ ഈ മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുന്നു. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു മൂവിയായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.